ഹലോ കൂട്ടുകാരെ, ഇന്ന് ഷോപ്പിൽ നിന്ന് എത്തിയപ്പോൾ നല്ല വിശപ്പ്. നോക്കുമ്പോൾ നല്ല കാന്താരി മുളകുണ്ട്. കിഴങ്ങ് ഇന്നലെ ബാക്കി വെച്ചതിൻ്റെ ചീനി എന്ന് പറയും, ബാക്കി വെച്ചതിന് ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ട് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അതിനെ പുഴുങ്ങിയിട്ട് നല്ല കട്ട തൈരും മുളക് ഉടച്ചത്, കാന്താരി മുളക് ഉള്ളിയും കൂടെ ഉടച്ചതും കൂടെ ആയിട്ട് കിഴങ്ങ് ഞാൻ എടുത്തിട്ട് കടുക് വറുത്തിട്ട് ഊറ്റിയിട്ട് കടുക് വറുത്തിട്ട് ചെറിയ ചെറിയ പീസായിരുന്നു, അതൊക്കെ കൂട്ടാൻ വെക്കാൻ എടുത്തതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ട് കടുക് വറുത്ത് കട്ടൻ ചായ ഇട്ട് നല്ല നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ കടുക് വറുത്തിട്ട് കിഴങ്ങ് കഴിച്ചിട്ടുണ്ടോ? ചീനി കഴിച്ചിട്ടുണ്ടോ? കടുക് വറുത്ത് കറിവേപ്പിലയും കടുകും തോനെയും പൊട്ടിച്ചിട്ട് ആ കടുക് ഇടയ്ക്കൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കട്ടത്തൈരും പിന്നെ കട്ടൻ ചായയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കട്ടൻ ചായയും ചീനി പുഴുങ്ങിയതും. ഉള്ളിയും മുളകും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അതാ ഇങ്ങനെ തൈര്, കട്ട തൈര് ഒഴിച്ചിട്ട് നല്ല എരിവിന് കാന്താരി മുളക് അല്ലെങ്കിൽ ഉണ്ടമുളകൊക്കെ ഇട്ടിട്ട് ഉടച്ചിട്ട് കഴിക്കണതാണ്. കണ്ട നല്ല ടേസ്റ്റാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈകിട്ട് ഇന്നത്തെ ഫുഡ് ഇതാണ്, അടിപൊളിയാണ്. ഞാൻ ഇച്ചിരി തൈരും മുളകും ഉള്ളിയും കൂടെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ്. കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. അടിപൊളിയായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. കിഴങ്ങ് വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. കടുക് വറുത്തിട്ട് ഇങ്ങനെ നമ്മൾ അതെടുത്ത് കഴിക്കുമ്പോഴത്തേന് കടുകും കറിവേപ്പിലയും എല്ലാം കൂടെ കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കിന് ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളി മുളകും ആയാലും നല്ല ടേസ്റ്റായിരിക്കും.